എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഈ ഒരു ക്ലോത്ത് ഡയപ്പറും അതുപോലെ തന്നെ ഈ ഒരു റാപ്പറും ആണ് കേട്ടോ. ഞാൻ മുന്നൊരു ക്ലോത്ത് ഡയപ്പറിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ഡേ ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ഡയപ്പർ ആയിരുന്നു. പക്ഷേ ഇതെന്ന് പറയുന്നത് നമുക്ക് ഓവർനൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ക്ലോത്ത് ഡയപ്പർ ആണ് കേട്ടോ. ഞാൻ നിച്ചുട്ടനെ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലതെന്ന് തോന്നിയിട്ടുള്ള ഒരു ക്ലോത്ത് ഡയപ്പർ ആണ് ഇത്. മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നതും അതുപോലെ തന്നെയാണ് നല്ലതെന്ന് തോന്നിയിട്ടുള്ളതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത് നല്ല പോലെ നമുക്ക് ഓവർനൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ഡയപ്പർ ആണ്. ഇത് സ്മാർട്ട് ബംസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ക്ലോത്ത് ഡയപ്പർ ആണ് കേട്ടോ. നമ്മൾ ഗ്രീൻ ഡയപ്പേഴ്സിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പൊ അവര് ഇപ്പൊ സ്മാർട്ട് ബംസ് എന്ന് പറയുന്ന പേരിലാണ് ക്ലോത്ത് ഡയപ്പേഴ്സ് ഇറക്കുന്നത് കേട്ടോ. അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഇത് സ്മാർട്ട് ബംസിന്റെ ഇൻഫിനിറ്റ് AIO എന്ന് പറയുന്ന ക്ലോത്ത് ഡയപ്പർ ആണ്. അപ്പൊ അവരുടെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ ബോൺസ് തൊട്ടിട്ട് നമുക്ക് കുറച്ച് വലുതാവുന്ന വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവർ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ക്ലോത്ത് ഡയപ്പർ കണ്ടോ. പിന്നെ ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓവർനൈറ്റ്, ഞാൻ പറഞ്ഞില്ലേ ഓവർനൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്ലോത്ത് ഡയപ്പർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ പ്രത്യേകത ഉണ്ടാവും. അപ്പൊ ഈ ഒരു ക്ലോത്ത് ഡയപ്പർ നമുക്ക് ഇവിടെ ഇങ്ങനെ ബട്ടൺസ് ഉണ്ട്. അത് നമുക്ക് അഴിച്ചിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഉൾവശം. മൊത്തത്തിൽ ഇതാ ഇങ്ങനെയാണ്. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഭയങ്കര സോഫ്റ്റ് ആണ്. നമ്മുടെ ബാംബു മൈക്രോ ഫൈബർ ആണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒട്ടും ദോഷമില്ലാത്തൊരു സംഭവമാണ് ഈ ഒരു ബാംബു മൈക്രോ ഫൈബർ എന്ന് പറയുന്നത്. ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇത് ഇടുമ്പോൾ ഒരു വലിയൊരു ബൾക്കി ആയിട്ട് തോന്നും, പക്ഷെ കുട്ടികൾക്ക് ഒരു ഹെവി ആയിട്ട് ഫീൽ ചെയ്യില്ല. അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഇത്. അപ്പൊ ഇതിന് തന്നെ പല പ്രിന്റ്സും ഉണ്ട്. ഇപ്പൊ എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ ഭയങ്കര സ്ട്രെച്ചബിൾ ആണ്. ഒരു തരത്തിലും കുട്ടികൾക്ക് റാഷസോ അങ്ങനത്തെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതും മെറ്റീരിയൽ ആണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഡേ ടൈമിൽ ഇത് മാത്രമാണെങ്കിലും യൂസ് ചെയ്ത് കൊടുക്കാം. അതായത് നമ്മുടെ പാഡ് വെക്കാതെ, ഇൻസേർട്ട് വെക്കാതെ ഡേ ടൈമിൽ ഇത് മാത്രമായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണിത്. പിന്നെ നമ്മൾ ഇൻസേർട്ട്, ഇതിൻ്റെ കൂടെ 2 ഇൻസേർട്ടാണ് വരുന്നത് കേട്ടോ. ഒന്ന് നമ്മുടെ നോർമൽ ആയിട്ടുള്ള ഇൻസേർട്ടും അതുപോലെ തന്നെ ഒരു ബൂസ്റ്ററും ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ചിലർക്ക് ഇപ്പോൾ ബൂസ്റ്ററും ഇൻസേർട്ടും അതായത് അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ബൂസ്റ്റർ എങ്ങനെയാണെന്ന് വെച്ചാൽ കട്ടി കുറവായിരിക്കും. ഇതാണ് ബൂസ്റ്റർ കേട്ടോ. ഇതിന് കട്ടി കുറവായിരിക്കും. ഇത് നമ്മുടെ ഇൻസേർട്ടാണ്. അപ്പോൾ ഇതിന് കുറച്ച് കട്ടി കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇൻസേർട്ട് നമുക്ക് ക്ലിപ്പ് ചെയ്യാനായിട്ട് ഇവിടെ 2 ബട്ടൺസും അതുപോലെ തന്നെ താഴത്തെ ഒരു ബട്ടൺസും ആണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിലാണ് നമ്മളിത് ക്ലിപ്പ് ചെയ്യുക. ഇപ്പൊ കൂടുതൽ രാത്രി മൂത്രമൊഴിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു ബൂസ്റ്ററും കൂടി വെച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഒട്ടും ലീക്കിംഗ് ഉണ്ടാവില്ല. ഈ ഒരു ബൂസ്റ്റർ ഇതുപോലെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ നോർമൽ ഡയപ്പർ എങ്ങനെയാണോ, ക്ലോത്ത് ഡയപ്പർ എങ്ങനെയാണോ യൂസ് ചെയ്യുക അതുപോലെ തന്നെയാണ് ഇതും ഇങ്ങനെ മടക്കി വെച്ചിട്ട് യൂസ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ന്യൂ ബോൺസിന് തൊട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് വന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ ബട്ടൺസ് ഉണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇവിടെ കുറേ ബട്ടൺസ് ഉണ്ട്, അതുപോലെ തന്നെ ഇവിടെയും കുറേ ബട്ടൺസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ വേസ്റ്റിന്റെ ഭാഗം നമുക്ക് ഇതുപോലെ ഈ ക്ലിപ്പ് ബട്ടൺസ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സൈസ് ആണെങ്കിൽ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ ഒരു 3 ബട്ടൺസ് ഉണ്ടല്ലോ. അപ്പൊ ഈ ഒരു ബട്ടൺസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ന്യൂ ബോൺസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ ക്ലിപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഞാൻ നോർമൽ മറ്റേ ക്ലോത്ത് ഡയപ്പേഴ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇത് അത്രേ ഉണ്ടാവുള്ളൂ, ഇങ്ങനെ നിൽക്കുന്നുണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് ന്യൂ ബോൺസിന് യൂസ് ചെയ്യാനായിട്ട് ഈസി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സ്മാർട്ട് ബംബിന്റെ ക്ലോത്ത് ഡയപ്പർ. നല്ല ക്യൂട്ടും ആണ്, അതുപോലെ തന്നെ നമുക്ക് ഓവർനൈറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ നിച്ചുട്ടനെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് തികച്ചും നമ്മുടെ ഡിസ്പോസിബിൾ ഡയപ്പേഴ്സിനോട് നമുക്ക് ബൈ ബൈ തന്നെ പറയാം. കാരണം അത്രയും പെർഫെക്റ്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് കുറച്ചൊരു ബൾക്കി ആയിട്ട് തോന്നും, പക്ഷേ കുട്ടികൾക്ക് അതൊരു എന്താ പറയുക വെയിറ്റ് ആയിട്ട് തോന്നുന്നില്ല കേട്ടോ. അത്രയും സോഫ്റ്റ് ആണ്. നമുക്ക് കാണുമ്പോൾ മാത്രമാണ്
അതൊരു ബൾക്കി ആയിട്ട് തോന്നുക, കാരണം ഇത്രയും വലുപ്പമുള്ളത് കൊണ്ട്. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരു നമ്മുടെ സ്മാർട്ട് ബംസിന്റെ ക്ലോത്ത് ഡൈപ്പറിനെ പറ്റിയിട്ട് പറയാനുള്ളത്. അപ്പൊ ഇവരുടെ ബാക്കിയുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നല്ല അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ്, നമുക്ക് ഓവർനൈറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നതായതുകൊണ്ട് നല്ല അഫോർഡബിൾ റേറ്റിലാണ് ഇത് വരുന്നത് കേട്ടോ. അപ്പൊ നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു റാപ്പറാണ്. ഈ ഒരു സംഭവം ഇത് കുറച്ച് പേർക്ക് അറിയുന്നുണ്ടാവും അറിയില്ല, എന്നാലും ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ആക്ച്വലി ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക്, അതായത് ടോഡ്ലേഴ്സിന് നമ്മൾ പോട്ടി ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ബെഡും അതുപോലെ തന്നെ നമ്മുടെ തൊട്ടിയും ഒക്കെ വെറ്റാവാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഒരു റാപ്പർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആക്ച്വലി ഇപ്പൊ നിവിക്കുട്ടൻ നല്ല ഗുഡ് ബോയ് ആയി. നിവിക്കുട്ടൻ ഇപ്പൊ ബെഡിലൊന്നും മൂത്രം ഒഴിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് നിവിക്കുട്ടൻ ഞാനിത് യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ ഞാൻ യൂസ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ എത്രത്തോളം ഇത് എന്താ പറയാ ട്രൂത്ത് സത്യമാണെന്നുള്ളത്. അതായത് നമ്മുടെ ബെഡ് ഒന്നും വെറ്റാവില്ല, പക്ഷെ കുട്ടികൾക്ക് ഉള്ളിൽ വെറ്റ്നെസ് ഫീൽ ചെയ്യും. അപ്പൊ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി കൊടുക്കേണ്ടതായിട്ട് വരും, പക്ഷെ ബെഡോ അല്ലെങ്കിൽ തൂക്കമൊന്നും എന്താ പറയാ വെറ്റാവില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു റാപ്പറാണ് ഇത് കേട്ടോ. ഒരു വയസ്സ് തൊട്ടിട്ടുള്ള കുട്ടികൾക്ക് നമ്മൾ പോട്ടി ട്രെയിനിങ് കൊടുക്കുമ്പോഴാണെങ്കിലും അല്ല നമ്മൾ ഡയപ്പർ ഫ്രീ ടൈം ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇപ്പൊ തൂക്കിലൊക്കെ കിടത്തുന്ന സമയത്ത് പകലൊക്കെ നമുക്ക് ഇത് ഇട്ട് കൊടുത്ത് കിടത്തി കഴിഞ്ഞാൽ നമ്മുടെ തൂക്കും അതുപോലെ തന്നെ ബെഡൊന്നും വെറ്റാവില്ല. അപ്പൊ ഇവിടെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് വരുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. ഇത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഈ സൈഡിലേക്ക് ആയിട്ടാണ് നമ്മൾ ഈ ഒരു ബട്ടൺസ് ഇടുന്നത് കണ്ടോ. ഇവിടെ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങോട്ട് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ചെറുതായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിനേക്കാൾ കുറച്ചും കൂടി വലുപ്പമുള്ളതും അവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. കുറച്ച് 2-3 വയസ്സൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു സംഭവം ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഇവിടെ ആയിട്ട് കണ്ടോ ഇങ്ങനെ. അപ്പോൾ ഇത് അവർ കിടക്കുമ്പോൾ കാലിൽ നിന്ന് കയറി വരുമൊന്നുമില്ല കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്രൗസർ പോലെ തന്നെയാണ് ഇത് നിൽക്കുന്നത് കേട്ടോ. ോ ഇങ്ങനെയാണ് ഇത് നിൽക്കുക. അപ്പൊ നല്ല ഒതുങ്ങി ഒരു പ്രശ്നമില്ലാതെ നിൽക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ബെഡ് ഒന്നും വെറ്റാവാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത്. ആക്ച്വലി നിവിക്കുട്ടൻ നമ്മൾ പോട്ടി ട്രെയിനിങ് കൊടുക്കുന്ന സമയത്താണ് ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വാങ്ങിക്കുമായിരുന്നു, കാരണം അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇനി നിച്ചുട്ടന് ഇത് യൂസ് ചെയ്ത് നോക്കണം, പക്ഷെ ഇപ്പം ആയിട്ടില്ല, കുറച്ചും കൂടി ആവണം. ഒരു വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്കിത് നോക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ എന്താ ഡയപ്പർ ഫ്രീ ടൈമൊക്കെ അപ്പോഴല്ലേ കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ, നമ്മുടെ റാപ്പർ. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സംഭവം തന്നെയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഞാനിത് കാണിച്ചു തരാം. നമ്മൾ വെറ്റാവില്ല എന്ന് പറയുന്നുണ്ടല്ലോ ബെഡ്, അപ്പൊ അത് എത്രത്തോളം സത്യമാണുള്ളത് നമുക്കൊന്ന് കാണാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ക്ലോത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു സംഭവം റാപ്പർ നമ്മൾ അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ദാ വെള്ളം ഇവിടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു തുണി നമുക്ക് പൊക്കി നോക്കാം. ഇവിടെ ഒരു വെറ്റ്നെസ്സും വന്നിട്ടില്ല കേട്ടോ. ഇതുണ്ടോ, ഈ ഉള്ളിൽ മാത്രമാണ് വെറ്റ്നെസ് വന്നിട്ടുള്ളത്, പുറമേക്ക് ഒരു വെറ്റ്നെസ്സും വന്നിട്ടില്ല ഇവിടെ ആയിട്ട്. അപ്പൊ നിങ്ങളിപ്പോൾ ഈ റാപ്പറിൻ്റെ അത് കാര്യം കണ്ടിട്ടുണ്ടാവും അല്ലേ, എത്രത്തോളം അടിപൊളിയാണെന്ന്. ഉണ്ടാവും ഉള്ളിൽ മാത്രമാണ് വെറ്റ്നെസ് നിൽക്കുന്നത്, നമ്മുടെ ബെഡിലേക്കോ അല്ലെങ്കിൽ തൂക്കിലേക്കോ ഒന്നും ഒട്ടും വെറ്റ്നെസ് ആവില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അത് നല്ലൊരു അടിപൊളി സംഭവമാണ്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, ഒരു വയസ്സൊക്കെ ഉള്ള ആൾക്കാരുടെ കുട്ടികളുടെ അമ്മമാരെ അച്ഛന്മാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ പോട്ടി ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന സമയമാണെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആവുന്ന സംഭവമാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ക്ലോത്ത് ഡൈപ്പറും, നമ്മുടെ സ്മാർട്ട് ബംസിന്റെ ക്ലോത്ത് ഡൈപ്പർ കേട്ടോ. ഇത് നമുക്ക് ഓവർനൈറ്റ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒട്ടും ഡിസ്പോസിബിൾ ഡൈപ്പേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഈ ഒരു 2 സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു 2 പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ വേറൊരു പ്രത്യേകത എന്താ വെച്ചാൽ Anju 10 എന്നുള്ള കൂപ്പൺ കോഡ് നിങ്ങൾ
നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർ വെബ്സൈറ്റിൽ കയറിയിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് 10% ഡിസ്കൗണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ ഡിസ്കൗണ്ടോട് കൂടിയിട്ട് നിങ്ങൾ പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിക്കുക. അപ്പോൾ എന്താ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സീ യു.